നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 23 മുതൽക്ക് 23 ഞായറാഴ്ചയാണ്, അന്ന് മുതൽക്ക് അടുത്ത ശനിയാഴ്ച 29 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം മുതൽക്കുള്ള 12 രാശിക്കാരുടെയും സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ആദ്യമായിട്ട് മേടം രാശി നോക്കാം. മേടം രാശി എന്ന് വെച്ചാൽ ഏരീസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ഇവർക്ക് 5ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. ഇത് ബുദ്ധിശക്തി വർദ്ധിക്കുക, ആസൂത്രണ ശേഷി ഉണ്ടാവുക, പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാവുക, ഇതൊക്കെയും സംഭാവ്യമാണ്. അത് വേണ്ട രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വേണ്ടത്ര ഈശ്വരാനുഗ്രഹമുണ്ട്. വ്യാഴം 4ലാണ്. അത് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് കർക്കിടകത്തിൽ. അത് കൂടുതൽ ഈ ജോലി സ്ഥിരതയിലും ഒക്കെ സഹായിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുമൊക്കെയുള്ള വിശ്വാസം ആർജിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ IT മാധ്യമ രംഗം ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർ, സാങ്കേതിക മേഖലയിലും നിയമ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും വേണ്ടത്ര സഹകരണങ്ങളും പുതിയ പങ്കാളികളെയും ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ മിഥുനത്തിലാണ് കുജൻ. അത് വാക്കുകളിലുമൊക്കെ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ള ഒരു സൂചനയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചർച്ചകളിലും മറ്റും കരാറുകളിലും മറ്റൊക്കെ വേണ്ടതായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ വളരെ വാക്കുകളിൽ മിതത്വം പാലിക്കാനും സംയമനം പാലിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചം തന്നെയാണ്. അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ധനപരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈനംദിന ചിലവുകൾ വർദ്ധിപ്പിക്കാൻ, കന്നിയിലാണ് ശുക്രൻ, ദൈനംദിന ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എങ്കിലും അവശ്യ ചിലവുകൾക്ക് വേണ്ടതായിട്ടുള്ള തുക മാത്രം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് അനാവശ്യ ചിലവുകൾ ധൂർത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങൾ ഈ ഒരു സമയത്ത് നടത്താതിരിക്കുകയായിരിക്കും നല്ലത്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് വിദഗ്ധോപദേശമൊക്കെ തേടേണ്ടതാണ്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോഗ്യം ഒരു പൊതുവെ തൃപ്തികരമായിട്ടുള്ള ആരോഗ്യമാണ്. ഉറക്കക്കുറവ് അങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള വിശ്രമം ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കുടുംബത്തിലുണ്ടാവുക. മാതാപിതാക്കളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാവും. മക്കളുടെയും ഒക്കെ നേട്ടം ത്തിൻ്റെ വാർത്ത കേട്ട് കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ആശയവിനിമയം ഒന്ന് വേണ്ട വിധത്തിലാക്കുകയാണെങ്കിൽ ഐക്യം കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് സൂര്യമന്ത്രം ജപിക്കുക, സൂര്യനെ ഭജിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ആദിത്യ ഹൃദയ മന്ത്രവും ഒക്കെ അറിയാവുന്നവർ അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പാലുകൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും നല്ലതാണ്. ഗോതമ്പ് ദാനം ചെയ്യുക, ഇതൊക്കെ ശ്രേയസ്കരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് 4ാം ഭാവത്തിൽ ആണ് സൂര്യനും ബുധനും. ഓഫീസുമായിട്ടുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഓഫീസ് മാറുക അല്ലെങ്കിൽ സ്വന്തം ചുമതല ഒരു ലാവണത്തിൽ നിന്നും മറ്റൊരു ലാവണത്തിലേക്ക് പോകേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് 3ൽ വ്യാഴമാണ്. അത് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴമാണ്. അതുകൊണ്ട് ഒരു ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ നിലനിർത്താൻ സാധിക്കും. ആശയ വിനിമയ ശേഷി ഒക്കെ ഇവർക്ക് കുറച്ച് കൂടുന്നതായിട്ട് കാണാം. അതുപോലെ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മാധ്യമ രംഗത്തോ പ്രസാധനം, അതുപോലെ വ്യാപാരം, IT മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ തൻ്റെ എഫേർട്ടിലൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം. ചില രേഖാപരമായിട്ടുള്ള
അമളി പറ്റാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര പരിശോധനയ്ക്ക് ശേഷം മാത്രം അതിൽ ഒപ്പുവയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പുതിയ ശാഖകളൊക്കെ തുടങ്ങാൻ, അതായത് പല ബ്രാഞ്ചുകളായിട്ട് കിടക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള കാലമാണ്. അത് വിജയകരമായിട്ട് നടത്താൻ സാധിക്കും. ധനപരമായിട്ട് ഒരു ധനത്തിൻ്റെ വരുമാനത്തിന് ഒരു സ്ഥിരത കൈവരും. വീടിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചിലവുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും വരുമാനത്തിൽ അതുകൊണ്ട് അതിനെ അഫക്റ്റ് ചെയ്യാതെ, വരുമാനത്തിൽ വലിയ കുറവൊന്നും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നില്ല. അതുപോലെ ഭൂമി, വാഹനം, കെട്ടിട നിർമ്മാണം, കൃഷി മുതലായിട്ടുള്ളവയിൽ നിന്നൊക്കെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വായ്പ എടുക്കുക, അഥവാ വായ്പ തന്നെ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ആവശ്യമെങ്കിൽ മാത്രം വായ്പ എടുക്കുക. അത് കഴിയുന്നത്ര ഈ ആഴ്ച നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തോളലിന് വേദന ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിലും കുറച്ച് ക്രമീകരണവും അച്ചടക്കവും പാലിക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് എല്ലാവരും കൂടുതൽ അവർ കുടുംബാംഗങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ മാതാപിതാക്കന്മാരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുടുംബയോഗങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഗൃഹത്തിലെ ശുഭകർമ്മങ്ങൾ, അതുപോലെ ബന്ധുമിത്രാദികളുടെ സംഗമങ്ങൾ ഒക്കെ ഗൃഹത്തിൽ വെച്ച് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവരെ പരിഹാരമായിട്ട് മഹാലക്ഷ്മി പൂജ നടത്തുക, ദേവീ ക്ഷേത്രത്തിലെ ദർശനം നടത്തുക, അന്നദാനം നടത്തുക, ഇതൊക്കെയും നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുന്നതും ഗുണകരം തന്നെ. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. 3 ആണ് സൂര്യനും ബുധനും യോഗം ചെയ്യുന്നത്. സാമ്പത്തിക തീരുമാനങ്ങളിലും ഒക്കെ, അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളിലും ഒക്കെ ഒരു കൂടുതൽ വ്യക്തത ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ലഗ്നത്തിൽ ചൊവ്വയാണ്. അത് പ്രവർത്തനശേഷി കൂടും, അഥവാ അതിൻ്റെ ഒരു വേഗം കൂടും. അതുപോലെ മത്സരവും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ ഒക്കെ ആരംഭിക്കാനും, അതുപോലെ അഭിമുഖങ്ങളൊക്കെ നടത്താനും, മത്സര പരീക്ഷകളിലുമൊക്കെ പങ്കെടുക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാകും. അതിൽ വിജയം നേടാനും സാധ്യത കാണുന്നുണ്ട്. IT, അതുപോലെ അധ്യാപനം, മാധ്യമം, എഴുത്ത്, വ്യവഹാര സംബന്ധമായ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരം ഉണ്ടാകും. എന്നാൽ ഈ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ സഹപ്രവർത്തകന്മാരുമായിട്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നയപരമായിട്ടുള്ള സമീപനം ഉണ്ടാകണം. അത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടോ സഹപ്രവർത്തകന്മാരുമായിട്ടോ ഒക്കെ ചില സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാനം മെച്ചപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബാവശ്യങ്ങൾക്കും യാത്രകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചില അധിക ചെലവുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കണം. അതായത് രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധിച്ചു വേണം രേഖകൾ ഒപ്പിടുകയോ ഒക്കെ ചെയ്യുന്നത്. ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ക്ഷീണം, ജോലിത്തിരക്ക് കൊണ്ടുണ്ടാകുന്ന ക്ഷീണമുണ്ടാകാം. കൈകൾ, കഴുത്ത്, പിറക് ഭാഗം, നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ അസ്വസ്ഥതകൾ ഉള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ശക്തമായിട്ട് ഉണ്ടാകും. അതുപോലെ ഇവരെല്ലാവരും ചേർന്നുള്ള ശുഭകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആലോചനകളൊക്കെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ക്രമേണ സംസാരത്തിൽ കൂടെയൊക്കെ അത് ഇല്ലാതെ ആക്കുന്നത് കാണാം. മക്കളുടെ പഠന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വയ്ക്കും. അതുപോലെ അവരിൽ നിന്നുള്ള കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകളും നേട്ടങ്ങളും കൊണ്ടുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. പരിഹാരമായിട്ട് ശ്രീ മഹാവിഷ്ണുവിന് പൂജ നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക, ഇതൊക്കെയും
ശ്രേയസ്കരങ്ങളായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുന്ന പേര്. പുണർത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ്. ലഗ്നത്തിൽ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴമുണ്ട്. ബലം, വീര്യം, പരാക്രമം, അതുപോലെ ആത്മവിശ്വാസം ഒക്കെ തരുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ഈ ലഗ്നത്തിലെ അവസ്ഥ. രണ്ടാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. അത് ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളിൽ, അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ കുറച്ചുകൂടെ ഒരു വ്യക്തത ഉണ്ടാവും. പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, ബാങ്കിങ്, നിയമം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ, IT മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന രീതിയിൽ തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള മറ്റും ജോലി കിട്ടാനും, അതുപോലെ അഭിമുഖങ്ങളിലും ഇൻ്റർവ്യൂസിലും മറ്റുമൊക്കെ മത്സര പരീക്ഷകളിലുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വ്യാപാരികൾക്ക് മറ്റും അനുകൂലമായിട്ടുള്ള കരാറുകളൊക്കെ, പുതിയ കരാറുകളൊക്കെ ഉണ്ടാവും. അതുപോലെ പുതിയ ഉപഭോക്താക്കൾ ഉണ്ടാകാനും സാധിക്കും. രേഖകളിലൊക്കെ കൃത്രിമത്വം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് സാമ്പത്തിക കരാറുകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ധനപരമായിട്ട് ഈ ആഴ്ച പുരോഗതി കുറച്ച് കൂടുതൽ പ്രകടമാകുന്നതാണ്. വരുമാനത്തിന് വർധനയുണ്ടാവും. കുടിശ്ശിക, പൂർവ്വ കടം കൊടുത്ത കുടിശ്ശികകളും മറ്റുമൊക്കെ ലഭിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ ആരംഭിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണിപ്പോൾ. ശുക്രൻ കന്നിയിലാണ്. അതുകൊണ്ട് ചില യാത്രകളൊക്കെ വേണ്ടി വരും. അത് കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പണം ചെലവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കുറച്ച് കൂടുതൽ അധിക ചിലവുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ധനപരമായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ധനവിനിയോഗം അത്ര ശരിയായിട്ട് നടക്കില്ല. എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ ഒരു സ്ഥിരത ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ആരോഗ്യപരമായിട്ട് പൊതുവേ ആരോഗ്യം തൃപ്തികരമായിട്ടുള്ള ആരോഗ്യം തന്നെയാണ്. എന്നാൽ ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാം. ശരീരഭാരം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിനും വ്യായാമത്തിനും വേണ്ടതായിട്ടുള്ള സമയം കണ്ടെത്തി കൃത്യമായിട്ട് അത് ചെയ്തു വരേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവേ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, തൊഴിൽ, അല്ലെങ്കിൽ വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില അനുകൂലമായിട്ടുള്ള അഥവാ ശുഭമായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾ ഒക്കെ ആയിട്ടുള്ള ചില അകൽച്ചകളോ സ്വരച്ചേർച്ചകളോ ഒക്കെ മാറാനും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. സൗഹൃദങ്ങൾ ആ അകൽച്ചയൊക്കെ ഒന്ന് മാറി സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതകളും അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. പരിഹാരമായിട്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക, ജലാഭിഷേകം നടത്തുക, അതുപോലെ പഞ്ചാക്ഷര മന്ത്രം നിത്യേന സ്വയം ജപിക്കുക. ഇതൊക്കെയും നല്ലതാണ്. അന്നദാനം നടത്തുന്നതും പാലഭിഷേകം, വിശേഷിച്ച് ശിവന് പാലഭിഷേകം നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ പര്യാപ്തമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം ഇവിടെ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ലഗ്നത്തിലാണ് സൂര്യനോടൊപ്പം ബുധനും അവിടെയുണ്ട്. ഇത് ബുദ്ധിശക്തി, അതുപോലെ നേതൃപാടവം ഒക്കെ തെളിയിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ആശയവിനിമയത്തിനുള്ള കഴിവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ലഗ്നത്തിൽ തന്നെ കേതുവും ഉണ്ട് എന്നുള്ളത് ചില അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടാക്കാനും മാനസിക സംഘർഷമുണ്ടാക്കാനും ഒക്കെ, അതുപോലെ എടുത്തുചാട്ടം, അനാവശ്യ ദേഷ്യം ഇതൊക്കെ ഉണ്ടാക്കാനും പര്യാപ്തമാണ് എന്നുകൂടെ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ, സഹപ്രവർത്തകർ ഇവരൊക്കെ ആയിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ആശയവിനിമയ സമയങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ സേവനം ഒക്കെ ചെയ്യുന്നവർ, ഭരണരംഗത്തുള്ളവർ, വിദ്യാഭ്യാസം, മാധ്യമം, രാഷ്ട്രീയം മുതലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മാറ്റം ആണ് ഉദ്ദേശിക്കുന്നവർക്കും അത് അനുകൂലമായിട്ടുള്ള വാർത്ത ഉണ്ടാകുന്നതാണ്.
ബിസിനസ്സുകാർക്ക് ചില പുതിയ പങ്കാളിത്തങ്ങളുണ്ടാവുകയും അതിൽ നിന്ന് ചില പുതിയ അവസരങ്ങളുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി സ്ഥിരതയുള്ളത് തന്നെയായിരിക്കും. പുതിയ ചില വരുമാന മാർഗങ്ങൾ അനാവരണം തുറക്കപ്പെടും. എന്നാൽ ശുക്രൻ നീചത്തിലാണ്. അതിൻ്റെ നീചസ്ഥിതി കാരണം ചില അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഡംബര ചിലവുകളും മറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഓഹരി സംബന്ധിച്ച് ഭൂമി സംബന്ധിച്ചും ഒക്കെയുള്ള നഷ്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവെ മെച്ചം തന്നെയാണ്. എന്നാൽ അമിത ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണ് സംബന്ധിച്ച രോഗമുള്ളവരും തല സംബന്ധിച്ച് മൈഗ്രെയിൻ മുതലായിട്ടുള്ള രോഗമുള്ളവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം ഉള്ളവരും ശ്രദ്ധിക്കണം. അത് കുറച്ച് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ തൻ്റെ അഭിപ്രായത്തിന് കൂടുതൽ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നതായിട്ട് കാണാം. ദാമ്പത്യത്തിലാണെങ്കിലും പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടാകും. ആ പരസ്പര വിശ്വാസവും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. മക്കളുടെ ഭാഗത്തു നിന്നും അവരുടെ കഴിവുകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള അവർക്ക് ചില കലാപരമായിട്ടുള്ള അവാർഡുകളോ അല്ല സമ്മാനങ്ങളോ ഒക്കെ കിട്ടും. അതുകൊണ്ട് ആ സന്തോഷം കുടുംബത്തിൽ പങ്കിടാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൗമ്യമായിട്ടുള്ള ഭാഷയിൽ കൂടെയുള്ള സംഭാഷണത്തിൽ കൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് സൂര്യനെ ഭജിക്കുകയാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, സൂര്യന് ഹോമം നടത്തുക, സൗരഹോമം മുതലായിട്ടുള്ളവ നടത്തുക. ആ മന്ത്രം സൂര്യൻ്റെ മന്ത്രം ഋക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷ മന്ത്രങ്ങളോ ഒക്കെ നിത്യേന ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. സൂര്യന് അർഘ്യസമർപ്പണം വളരെ വിശിഷ്ടമാണ്. 3 ത്രികാലങ്ങളിൽ സൂര്യന് അർഘ്യസമർപ്പണം നടത്തുക വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. അത് പോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് പാലുകൊണ്ടുള്ള അഭിഷേകം നടത്തുകയും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിൻ്റെ പേര്, ഇംഗ്ലീഷിലുള്ള നാമം. ഉത്രത്തിൻ്റെ മുക്കാൽ അവസാനത്തെ 3 പാദം, അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. 12ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. ഇത് വിദേശ ബന്ധങ്ങൾക്കൊക്കെ അനുകൂലമാണ്. വിദേശ ബന്ധമുള്ള ജോലികൾക്ക്, അതുപോലെ ഗവേഷണം, ആശുപത്രി, വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് കുറച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റു പ്രവർത്തനങ്ങൾക്ക് അത്ര അനുകൂലമല്ല. 11ാം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട്, ലാഭസ്ഥാനത്ത് കേന്ദ്രസ്ഥാനത്ത് ആണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് ഈ ദോഷങ്ങളൊക്കെയും ഈ വ്യാഴം പരിഹരിക്കും എന്നുള്ളത് കൊണ്ട് വരുമാനത്തിനൊക്കെ ഉള്ള മാർഗങ്ങളൊക്കെയും പുതിയ ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ചില പുതിയ ശാക്തിക ബന്ധങ്ങളുണ്ടാകുക, അതുപോലെ അതിൽ നിന്ന് ധനവരുമാനങ്ങളുണ്ടാവുക എന്നതിനൊക്കെ കാരണമാണ്. ലഗ്നാധിപൻ ബുധനാണ്. ആ ലഗ്നാധിപൻ ബുധൻ 12ാം ഭാവത്തിലായതുകൊണ്ട് ഈ പറയുന്ന ജോലികളൊക്കെ വിജയകരമായിട്ട് ചെയ്താൽ പോലും അതിൽ നിന്നുള്ള ഫലം അനുഭവിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല, സാധ്യത കാണുന്നില്ല. ജോലിയിലൊക്കെ ചില കുഴപ്പങ്ങളോ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില പിഴവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കരാറുകളും ഒക്കെ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുക, ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ധന സംബന്ധമായിട്ട് വരുമാനം വർദ്ധിക്കും എങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ, യാത്ര, അതുപോലെ ചികിത്സ, വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദേശ യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില ധനം വിനിയോഗം വേണ്ടതായി വരും. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നിയന്ത്രണം പ്രത്യേകം പാലിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് തുറന്ന മനസ്സോടുകൂടിയുള്ള സംസാരം ഒരു ആവശ്യമാണ്. അത് അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. ആ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തുള്ളവരിൽ നിന്ന് ചില നല്ല വാർത്തകളൊക്കെ, വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ചില നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചില ആത്മീയ പരിപാടികൾ അല്ലെങ്കിൽ ഒത്തുചേരലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭജനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും പൂജകളും ഒക്കെ നടത്താനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക തന്നെയാണ് അനുകൂലമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവതാര വിഷ്ണു സ്വഭാവത്തിലുള്ള ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള നരസിംഹം, സുദർശനം മുതലായിട്ടുള്ള ദേവന്മാരെ ആശ്രയിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ വളരെ പ്രായമായിട്ടുള്ള ഇവർക്കൊക്കെയും അന്നദാനം കൊടുക്കുക, വസ്ത്രാദികൾ ദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. അടുത്ത തുലാക്കൂറാണ്. ലിബ്രാൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ചിത്തിര ഇവിടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഈ ആഴ്ച 11ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. അതിൻ്റെ ആ ഒരു യോഗം കൊണ്ട് തൊഴിലവസരങ്ങൾക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആനുകൂല്യം, നമുക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. 10ാം ഭാവത്തിൽ ആണ് ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി. അത് കർമ്മരംഗത്തും അനേകം സ്ഥാനമാനങ്ങളും അവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഒക്കെ കിട്ടാൻ സാധിക്കുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള ചില പ്രതീക്ഷകൾ, അതായത് പ്രമോഷനും അല്ലെങ്കിൽ അധിക വേതനം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയും അംഗീകാരങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ തൻ്റെ ചുമതലയിലേക്ക് വരിക, അത് കുറച്ചുകൂടെ ഉയർന്ന കേഡറിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്, ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ഇതൊക്കെ സാധ്യതപ്രായങ്ങളായിട്ട് മാറുന്നുണ്ട്. വിദേശ കമ്പനികളുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും അതോ അങ്ങനെയുള്ളവരിൽ നിന്നും സഹകരണം കൂടുതലുണ്ടാകും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഓർഡർ, ട്രേഡിംഗ് ഓർഡറോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികൾ, വിദ്യാഭ്യാസം, അതുപോലെ ബാങ്കിങ്, നിയമം, IT, മാനേജ്മെൻറ്റ്, മാധ്യമം, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ആഴ്ചയുടെ അവരുടെ വളർച്ച സാമാന്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ പുതിയ കരാറുകളും ഒക്കെ ഉണ്ടാവും. വിശ്വസ്തന്മാരായിട്ടുള്ള നൂതനമായിട്ടുള്ള ഉപഭോക്താക്കളെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് വരുമാനം കൂടുതൽ ആയിക്കൊണ്ടിരിക്കും. പഴയ കുടിശ്ശികകളൊക്കെ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ മുൻകൂട്ടി ചെയ്തു വച്ചിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെയുള്ള നേട്ടം ഒക്കെ കിട്ടാനും അത് കൂടിക്കൊണ്ടിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ടോ ചേർന്നതോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ചേർന്നതോ ആയിട്ടുള്ള ചില ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് വരുമാനം പുതുതായിട്ട് ഉണ്ടാകാൻ കഴിയും. ഇവർക്ക് ശുക്രൻ്റെ നീചസ്ഥിതി ഒരു പ്രതികൂലമാണ്. അതുകൊണ്ട് ഉണ്ടാകായേക്കാവുന്ന ചില ദുർനിമിത്തങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനാവശ്യ ചിലവുകൾ ഒക്കെ ഉണ്ടാകാം. ഈ പറയുന്ന ഇതൊക്കെയും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റ് വിഷയങ്ങളൊക്കെ അനുകൂലം തന്നെയാണ്. ആരോഗ്യം പൊതുവെ നല്ലത് തന്നെയായിരിക്കും. ജോലി തിരക്ക് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണം, ഇതൊക്കെ ഉറക്കക്കുറവ്, ഇതൊക്കെ അനുഭവപ്പെടും എന്നുള്ളതല്ലാതെ മറ്റു വലിയ രോഗങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബപരമായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. മക്കളുടെയും ഭാര്യയുടെയും സഹോദരങ്ങളുടെയും നിന്നുമൊക്കെ ഉള്ള നല്ല വർത്തമാനങ്ങൾ കേൾക്കാനും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില സഹായങ്ങളും പ്രതീക്ഷിച്ചിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടാനും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിലെ ചില പ്രത്യേക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായങ്ങൾ കേട്ട് അത് നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും. ഇവർക്ക് പരിഹാരമായിട്ട് മഹാലക്ഷ്മിയെ ഭജിക്കുക എന്നുള്ളതാണ്. മഹാവിഷ്ണു സമേതനായിട്ടുള്ള മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് പ്രത്യേകം നല്ലതാണ്. ശ്രീസൂക്താദികളെ കൊണ്ടുള്ള ഹോമം നടത്തുക, പാല് ഹോമം നടത്തുക, പാല് ദാനം ചെയ്യുക, ഇതൊക്കെയും നല്ലതാണ്. പാലഭിഷേകവും ഒക്കെ
അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. അത് വളരെ ശ്രേയസ്കരവുമാണ്. ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. സ്കോർപ്പിയോ എന്നാണ് അതിൻ്റെ പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 10ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും വരുന്നത്. തൊഴിൽ രംഗത്ത് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഉള്ള നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. 9ാം ഭാവത്തിൽ സർവീശ്വരകാരകനായിട്ടുള്ള ഗുരു വ്യാഴം ഉണ്ട്. അത് ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. അതുപോലെ തന്നെ മുതിർന്നവരുടെയോ കാരണവന്മാരുടെയോ അല്ലെങ്കിൽ പിതൃക്കളുടെയോ ഒക്കെ ഗുരുക്കന്മാരുടെയോ ഒക്കെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നു. സർക്കാർ ജീവനക്കാർക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ചില അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിലെ പങ്കാളികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശ പദ്ധതികളും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നതിൽ കൂടി ലാഭമുണ്ടാകും. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള പദ്ധതികളൊക്കെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ചില പദ്ധതികളൊക്കെ നൂതനമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ജോലിയിൽ ഓരോ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ഒരു സൂക്ഷ്മതയും അതുപോലെ ആസൂത്രണത്തോടും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റേത് ആയിട്ടുള്ള ഒരു കുറവ് ലാക്കിംഗ് ഉള്ളതായിട്ട് കാണാവുന്നതാണ്. ധനപരമായിട്ട് സാമ്പത്തികമായിട്ട് അനുകൂലം ആയിട്ടുള്ള ആഴ്ച തന്നെയാണ് ഈ ആഴ്ച. ഭൂമി അതുപോലെ വീട് ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇവയിൽ നിന്നൊക്കെയുള്ള വരുമാനം ഉണ്ടാകും. ചില പഴയ കുടിശ്ശികകളിൽ നിന്നൊക്കെ തിരിച്ചു കിട്ടാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അത് വരുമാനം പൊതുവേ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അനാവശ്യ ചെലവുകളും ഇതോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ വരുമാനവും നിക്ഷേപവും വർദ്ധിക്കുന്നതായിട്ട് കാണാം. ആരോഗ്യം പൊതുവേ തൃപ്തികരമാണ്. യാത്ര കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളോ മുട്ടുവേദന, സന്ധിവേദന, പേശി സംബന്ധമായിട്ടുള്ള നടുവേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. കുടുംബപരമായിട്ട് ഐക്യവും സമാധാനത്തോടും കൂടി വർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഈ ആഴ്ച. മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ദാമ്പത്യത്തിൽ കൂടുതൽ ഒരു വിശ്വാസവും സഹകരണമൊക്കെ ഉണ്ടാകും. അത് കൂടുതൽ ശക്തമാകുന്നതായിട്ട് കാണാം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുമൊക്കെ പുരോഗതി ഉണ്ടാകും. അവരിൽ നിന്ന് നല്ല സന്തോഷകരമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കാനും സാധ്യത കാണുന്നുണ്ട്. ഒരു പരിഹാരമായിട്ട് അവർക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുകയും ഒക്കെ നല്ലതാണ്. സ്വയമേവ സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ജപിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. 9ാം ഭാവത്തിൽ ആണ് സൂര്യനും ബുധനും ഉള്ളത്. അതുപോലെ അഷ്ടമത്തിൽ വ്യാഴമാണ്. 9ാം ഭാവത്തിലെ സൂര്യബുധ ബന്ധം വിദേശ ബന്ധങ്ങളും വിദേശ ജോലികളെയും ഒക്കെ സൂചിപ്പിക്കുന്നത്. അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അഷ്ടമത്തിലെ വ്യാഴം അനുകൂലമല്ല. എന്നാൽ അത് മറ്റു ചില കാര്യങ്ങൾക്ക്, അതായത് ഗവേഷണത്തിലേക്കും ഗവേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, നിയമം, ആത്മീയ മേഖല ഇവയിലൊക്കെ വ്യാപരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ ഉച്ചസ്ഥിതിയുള്ള വ്യാഴം ഗുണം ചെയ്യുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഇവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവികന്മാരുടെ മുതിർന്നവരുടെ ഉപദേശത്തോടു കൂടിയും അവരുടെ കൺകറൻസോടു കൂടിയും ഒക്കെ പ്രവൃത്തി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് ചില ദീർഘകാലത്തേക്ക് ലാഭം നൽകുന്ന കരാറുകൾ വന്ന് സംഭവിക്കാം. അത് വിദേശത്തു നിന്നുള്ള കരാറുകൾക്കും മറ്റും വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ചില ഇൻഷുറൻസ്, അതുപോലെ നികുതി, തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചില അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില അപ്രതീക്ഷിത ചിലവുകളും ഇവർക്ക് വരാവുന്നതാണ്. എങ്കിലും ഈ വരുമാനത്തിൽ ഒരു കുറവൊന്നും ഉണ്ടാവില്ല. പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ നടത്താതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടതുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങളൊക്കെ ആണെങ്കിൽ
അത് സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള പഠനം ഒക്കെ നടത്തി വേണ്ട ശരിയായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാനും ചില അസ്വസ്ഥതകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ക്രമമായിട്ടുള്ള ഭക്ഷണവും വ്യായാമവും പ്രത്യേകം ശീലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയമായിട്ടുള്ള ഒരു പുരോഗതിക്കും ഒക്കെ ധ്യാനവും അതുപോലെ അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ മാനസികമായിട്ടുള്ള ഉത്തേജനം നൽകും, ആത്മീയമായിട്ടുള്ള ഉത്തേജനം നൽകുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംഭാഷണ ശൈലി സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള അവസരം ലഭിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്നുള്ള തീർത്ഥയാത്രയോ അല്ലെങ്കിൽ ചില ആത്മീയ പരിപാടികളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ഒക്കെ ഉള്ള ദർശനം മുതലായിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവും. അതുപോലെ കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശ്രീ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക, വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഭജിക്കുക, ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാര വിഷ്ണു അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക, മാല സമർപ്പണം നടത്തുക. അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണ് പറയുക. അപ്പോൾ ചന്ദനം, മാല മുതലായിട്ടുള്ളവ സമർപ്പിക്കുകയൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് വരുന്നത്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും ബുധനും വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില പുതിയ ഉത്തരവാദിത്വങ്ങളും ചില ആന്തരികമായിട്ടുള്ള ചില പുനഃസംഘടനകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണാവുന്നതാണ്. ഈ ആഴ്ച കുറച്ചൊരു ക്ഷമയോടുകൂടി വേണം, അതുപോലെ ആസൂത്രണത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഭാവിയിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. 7ാം ഭാവത്തിൽ ഉച്ചസ്ത്രീയുള്ള വ്യാഴമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് പങ്കാളിത്തത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, ചില ഗവേഷണങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. പൊതുവെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ബാങ്കിങ് രംഗത്തോ നിയമം അതുപോലെ കൺസൾട്ടൻസി മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ്, നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ അവസരങ്ങൾ അവർക്കായി തുറന്നിട്ടുണ്ട്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റം ആവശ്യപ്പെടുന്നവരും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ ജോലി മാറ്റത്തിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചില രേഖാസംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. രേഖകളും ചില രഹസ്യ സാമ്പത്തിക കരാറുകളും ഒക്കെ ഇവർ മുഖാന്തരം ഉണ്ടാവും. അതിൽ ഒരു ട്രാപ്പ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് മിതമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അനാവശ്യ ചിലവുകളൊക്കെ കുറച്ച് നിയന്ത്രിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പാദ്യം ഒക്കെ കുറച്ച് കൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. വായ്പകൾ തീർക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചിലവൊക്കെ ഉണ്ടായെന്നിരിക്കാം. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ആരോഗ്യപരമായിട്ട് സന്ധിവേദന, ക്ഷീണം, അതുപോലെ നടുവേദന, ഉറക്കക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് അവർക്ക് കുറച്ച് കൂടാനും സാധ്യത കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനനുസരിച്ച് വിശ്രമവും ഒക്കെ വേണ്ടതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ ആരോഗ്യനില മെച്ചപ്പെടുകയുള്ളൂ. കുടുംബപരമായിട്ട് പരസ്പര വിശ്വാസം ആർജിക്കാൻ സാധിക്കും. സമ്പത്ത് സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ കൂട്ടായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായിട്ടും കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ടും ഉള്ള ചില തെറ്റിദ്ധാരണകൾ, മുൻപുണ്ടായിരുന്നതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളും ഒക്കെ മാറാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, അതുപോലെ ശനീശ്വര പൂജ നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസ നിത്യേന പാരായണം ചെയ്യുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലപ്രദാനം ചെയ്യാനുള്ളതാണ്. അതുപോലെ കറുത്ത എള്ള് ദാനം നടത്തുക. അതുപോലെ തിലം കൊണ്ടുള്ള നീരാജനം അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്നതും ഒക്കെയും വളരെ ഗുണകരം തന്നെയാണ്.
അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം 1, 2, 3 പാദങ്ങൾ ചേർന്ന അക്വാരിസ് അഥവാ കുംഭക്കൂറ്. ഇവർക്ക് 7ാം ഭാവത്തിൽ സൂര്യനും ബുധനും ആണ്. ഔദ്യോഗികമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ, അതുപോലെ വ്യാപാര കരാറുകൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതൊക്കെ പുതുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവാധീനക്കുറവും ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശത്രുകൃതമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ശത്രുക്കളില്ലാതെയാവുക, മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മത്സരങ്ങളിലോ ബിഡിങ്ങിലൊക്കെയും ഇവർക്ക് നേട്ടം ഉണ്ടാകും. അതുപോലെ തൊഴിൽ രംഗത്ത് അംഗീകാരം ഉണ്ടാകുന്ന ഒരു നല്ല യോഗമാണിത്. ജോലിസ്ഥലത്ത് ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. സർക്കാർ നടത്തുന്ന ചില പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മിഥുനത്തിലാണ് കുജൻ. ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ കുറച്ച് അഡ്വാൻസ് ചെയ്യും, അല്ലെങ്കിൽ സ്പീഡാകും. അത് ചിലപ്പോൾ ആശയവിനിമയ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ആശയവിനിമയത്തിലൊക്കെ കുറച്ച് സംയമനത്തോടു കൂടി വേണം. അത് സംയമനം പാലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കുറച്ച് ദോഷമൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാനമൊക്കെ സ്ഥിരമായിട്ട് തുടരും. പുതിയ ചില വരുമാന സ്രോതസ്സുകളുണ്ടാകാൻ അഥവാ കണ്ടെത്താൻ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും വീട്, കാറ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ചിലവുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. അത് പരിചയ സമ്പന്നരുടെ ഉപദേശത്തോടു കൂടി മാത്രമേ അതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ആരോഗ്യം പൊതുവെ മെച്ചം തന്നെയാണ്. ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ഉറക്കക്കുറവ് അതൊക്കെ വരും എന്നുള്ളതല്ലാതെ മറ്റ് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് പരസ്പര ബന്ധവും പരസ്പര ധാരണയും ഒക്കെ കൂടുതലായിട്ടും വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ്. മക്കളുടെ പഠനം, അതുപോലെ കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതിൽ നിന്നൊക്കെ സന്തോഷ വാർത്ത കേൾക്കാനും അത് പങ്കിടാനും സാധിക്കുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള ചില പഴയ അഭിപ്രായ ഭിന്നതകൾ മറന്ന് അതൊക്കെ പരിഹരിച്ച് അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ദുർഗാ ഭഗവതിയെ ആരാധിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കുറച്ചൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങളോ ഒക്കെ വാങ്ങിച്ച് അത് ദാനമായി കൊടുക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. 6ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും ഉള്ളത്. ഉത്തരവാദിത്വങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതിനനുസരിച്ചുള്ള അംഗീകാരങ്ങളും, അതായത് അതിൻ്റെ ഒരു ഫലവും കൂടെ നമുക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ശനി ലഗ്നത്തിലാണ്. അത് ലഗ്നശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ ഈ ഒരു 2.5 വർഷക്കാലം മുഴുവൻ തന്നെ അവർ അനുഭവിക്കേണ്ടി വരും. എങ്കിലും 5ാം ഭാവത്തിൽ വളരെ ശക്തമായിട്ട് ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എത്രയൊക്കെ ദോഷമുണ്ടെങ്കിലും ആ വ്യാഴത്തിൻ്റെ ഈ 5ലെ സ്ഥിതി കൊണ്ട് അതെല്ലാം തന്നെ ഇല്ലാതെ ആകും എന്നുള്ളതും കണ്ടുവരുന്ന കാര്യമാണ്. ഇവരുടെ ആസൂത്രണ ശേഷിയും ഒക്കെ കുറച്ച് കൂടുതലായിട്ട്, അതുപോലെ സൃഷ്ടിപരമായിട്ടുള്ള ചില കഴിവുകളും ഒക്കെ ഇവർക്ക് ഉണ്ട്. അധ്യാപകർ, ഗവേഷകർ മുതലായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ വിദ്യാർത്ഥികൾ, ഉപദേഷ്ടാക്കൾ, അങ്ങനെയുള്ളവർക്ക് ഈ ആഴ്ച ചില പ്രത്യേക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ പദ്ധതികൾ ഒക്കെ ആരംഭിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ തീരുമാനങ്ങളും സ്വയം വിലയിരുത്തി ശരി, സത്യം എന്ന് തോന്നിയതിന് ശേഷം മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം. നിക്ഷേപങ്ങളിൽ നിന്ന് ഭാവിയിൽ ലാഭം കിട്ടുന്നതായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. മക്കളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബ സൗകര്യങ്ങൾക്കും ആയിട്ട് ചില ചിലവുകളൊക്കെ ഉണ്ടായി എന്ന് വരാം. ആ ചിലവുകൾ അച്ചടക്കം പാലിച്ചാൽ പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സാമ്പത്തിക സുരക്ഷ കൂടുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരം തന്നെയാണ്. ദഹന സംബന്ധമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഉറക്കക്കുറവ്, ക്ഷീണം മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്രമമായിട്ടുള്ളൊരു ഭക്ഷണ
രീതിയും യോഗയും ധ്യാനവും ഒക്കെ ശീലിക്കുന്നത് വളരെ ഗുണകരമാണ്. കുടുംബത്തിൽ ഒരു പുതിയ സന്തോഷവും ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ ഉള്ളത് കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മക്കളുടെ നേട്ടങ്ങൾ കൊണ്ട് സ്വയം അഭിമാനിക്കാൻ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ ഉള്ള വക നൽകും. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചുള്ള തീർത്ഥയാത്ര, ക്ഷേത്ര ദർശനം ഇതൊക്കെ നടക്കാനും ഉള്ള സാധ്യതയും ഉണ്ട്. പരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള തീർത്ഥങ്ങളോട് കൂടിയ ക്ഷേത്രങ്ങളിൽ, വിശേഷണ കുടൽമാണിക്യൻ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. നിത്യേന മന്ത്രജപങ്ങൾ നടത്തുക, അഷ്ടാക്ഷരം മുതലായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് ജപിക്കുക, അന്നദാനം കൊടുക്കുക, വിദ്യാർത്ഥികൾക്കും ഒക്കെ സഹായങ്ങൾ കൊടുക്കുക, വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുക, പ്രായമായവർക്ക് അന്നദാനം, അതുപോലെ വസ്ത്രദാനം ഇതൊക്കെ നടത്തുന്നതും വളരെ ശ്രേയസ്കരമാണ്. നമസ്കാരം.